ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മളുള്ളത് കാട്ടിൽ മേക്കതി ദേവീക്ഷേത്രത്തിനാണ്. അപ്പം കായലും കടലിൻ്റെ നടുക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള കായലാണ്. നമുക്ക് ഇവിടുന്ന് പോകേണ്ടത് ജങ്കാറിലാണ്. നമ്മൾ വന്ന വണ്ടി അവിടെ വെച്ചിട്ട് ജങ്കാറിൽ കയറിയാണ് നമ്മൾ കായൽ താണ്ടിയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്നത്. ക്ഷേത്രത്തിൻ്റെ തൊട്ട് പുറകെ തന്നെ കടലാണുള്ളത്. അപ്പം നമ്മൾ ഇതുവഴിയാണ് നമ്മൾ ജങ്കാറിൽ കയറേണ്ടത്. അതിനുള്ള വാതിലാണിത്. ഇപ്പം ഇവിടെ ഒരുപാട് കുട്ടികൾ, അരങ്ങേറ്റത്തിനുള്ള കുട്ടികളൊക്കെയാണ് നിൽക്കുന്നത്. ഇവിടെ ഈ 12 ദിവസവും ഉത്സവമാണ്. വൃശ്ചികം 12 ദിവസവും ഈ ക്ഷേത്രത്തിൽ ഉത്സവമാണ്. ഇപ്പോൾ കുടില് കെട്ടി അവിടെ തന്നെ ഭക്തജനങ്ങൾ കുടില് കെട്ടി 12 ദിവസവും അവിടെ തന്നെ ഇരുന്ന് അവിടുത്തെ ഭക്ഷണം കഴിച്ച് അമ്മയെ കണ്ട് തൊഴുത് മടങ്ങുക എന്നുള്ളതാണ് ഒരു ആചാരം. അപ്പം നമ്മൾ ഈ ജങ്കാറിൽ കയറിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ക്ഷേത്രത്തിലേക്ക് ചെല്ലാം. ഇപ്പം നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ ക്ഷേത്രത്തിലെ ഗോപുരം കാണാവുന്നതാണ്. രാത്രി സമയത്തൊക്കെ അത് കാണാൻ നല്ല രസമാണ്. ഫുള്ള് ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഇപ്പം ഇതാണ് നമ്മൾ കായലിൻ്റെ അക്കരെ നിന്ന് കണ്ട ആ ഗോപുരമാണിത്. അപ്പം ഇവിടുന്ന് നടന്ന് നമ്മൾ നേരെ പോകുന്നത് ക്ഷേത്രത്തിൻ്റെ മുൻവശത്തേക്കാണ്. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശമൊന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ നമ്മളെ സമ്മതിക്കുന്നതല്ല. നമ്മൾ ഈ കാണുന്ന മതിലിൻ്റെ തൊട്ട് ബാക്കിലാണ് ഇവിടുത്തെ കടൽ. ക്ഷേത്രത്തിനോട് തൊട്ട് ബാക്കാണ് കടലുള്ളത്. സുനാമി വന്ന സമയത്ത് പോലും ഒരു തിരമാല പോലും ക്ഷേത്രത്തിലേക്ക് കയറിയിട്ടില്ല. അത് തന്നെ ഒരു വലിയ അത്ഭുതമാണ് ഭക്തജനങ്ങൾക്ക്. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ മുടിപ്പുര. അതായത് അമ്മ എഴുന്നള്ളി വരുന്ന ഇവിടുന്നാണ് വരുന്നത്. അതിനാണ് മുടിപ്പുര എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിശ്വാസമാണ് മണി കെട്ടുക എന്നുള്ളത്. അതായത് നമ്മൾ ഒരു മണി മേടിച്ച് ഈ ആലിന് 7 വലത്തിട്ട് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം സാധിച്ചു തരണം എന്നുള്ള രീതിയിൽ കെട്ടുമ്പോൾ, അങ്ങനെ 3 വട്ടം കെട്ടുമ്പോഴാണ് നമുക്ക് ആ ആഗ്രഹം സാധിച്ചു തരുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. അങ്ങനെ ലക്ഷം ആൾക്കാരാണ് മണി കെട്ടി അവരവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുള്ളത്. ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ടുള്ള ഒരുപാട് ഭക്തജനങ്ങളാണ് ഇവിടെ വരുന്നത്. ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന അമ്മയാണ് കാട്ടിലമ്മ. ഇതാണ് അവിടുത്തെ നേർച്ച. അതായത് കുഞ്ഞുങ്ങളെ തുലാഭാരം നടത്തുമ്പം ചെയ്യേണ്ട നേർച്ചകളും കാര്യങ്ങളൊക്കെയാണിത്. അതുപോലെ തന്നെ കടലിൻ്റെയും കായലിൻ്റെയും നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ കിണറാണ്. ഉപ്പ് രസം ഇല്ലാത്ത വെള്ളമാണ് ഈ കിണറ്റിലുള്ളത്. അത് തന്നെ വലിയൊരു അത്ഭുതമാണ്. അങ്ങനെ അകത്തും ഒരു കിണറുണ്ട്. ഇതാണ് പുറത്തെ കിണർ. ഇതും ഉപ്പുരസം ഇല്ലാത്ത വെള്ളമാണ് ഈ കിണറ്റിലുള്ളത്. അത് തന്നെ ഭക്തജനങ്ങൾക്ക് വളരെ ഒരു അത്ഭുതമായ കാര്യമാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലെല്ലാം തൊഴുത് മടങ്ങാനുള്ള പരിപാടിയാണ്. അപ്പം ഇവിടെ നല്ല കച്ചവടവും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. വൈകുന്നേര സമയത്തൊക്കെ ഒരുപാട് ആളായിരിക്കും ഇവിടെ വരുന്നത്. കൂടുതൽ നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പം ഇതൊരു ബാഗ് കടയാണ്. അപ്പം നമുക്ക് ഒരു ബാഗ് മേടിക്കണം. അങ്ങനെ നമ്മൾ ഈ കടയിൽ കയറിയിട്ടുണ്ട്. ഇപ്പൊ കിങ്ങിണീസിന് ഇഷ്ടപ്പെട്ട ഒരു ബാഗ് ഞങ്ങൾ സെലക്ട് ചെയ്ത് ചേട്ടൻ ആ ബാഗ് എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ ആ ബാഗും മേടിച്ചുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോകാനുള്ളൊരു പരിപാടിയാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് പോകാനുള്ള ജങ്കാറാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അടുത്ത വീഡിയോ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഹായ് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം മഹേഷ് ബ്രോ.